പഞ്ചാബിൽ BJP ഒടിഞ്ഞു തൂങ്ങി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ BJP ദേശീയപരമായിട്ട് തന്നെ പഞ്ചാബ് മുഴുവൻ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അല്ല ഒരു മേഖലയാക്കി മാറ്റുമെന്നും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് എന്നതിനാൽ ഈ സംസ്ഥാനം പൂർണ്ണമായി കീഴടക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന BJP നേതാക്കളും ദേശീയ BJP നേതാക്കളൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിൽ പറഞ്ഞത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അവസാനിച്ചതോടുകൂടി അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടതോടുകൂടി പിടിച്ചു നിൽക്കാൻ പഞ്ചാബിൽ സാധിക്കുകയില്ല എന്നുള്ള നിലവിലെ സാഹചര്യത്തിൽ പഞ്ചാബിൽ AAP ആണ് ഭരിക്കുന്നത്, ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇനിയൊരു അവസരം അവർക്ക് കിട്ടില്ല എന്നുള്ളതും പഞ്ചാബിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക, BJP ആണ് അവിടെ അധികാരത്തിലേറുക എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് അവിടെ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു അവലോകനം ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലറ്റ് പേപ്പറിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ മുൻപൊരു സംസ്ഥാനത്ത് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് BJPക്ക് ദയനീയമായിരിക്കുന്ന പരാജയം ഉണ്ടായിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പിലെല്ലാം ബാലറ്റിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ യാതൊരു ഒട്ടിപ്പുകളും നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. അത് കൃത്യമായ രീതിയിൽ തന്നെ ജനാധിപത്യ ക്രിയയിലൂടെ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെ പാർട്ടിക്ക് വിജയിച്ച് അധികാരത്തിലേറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ 1142 സ്ഥാനാർത്ഥികൾക്കെങ്കിലും കെട്ടിവെച്ച കാശുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് BJPയെ കുറിച്ചാണ് പറയുന്നത്. 1200ഓളം സ്ഥാനാർത്ഥികൾ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ എത്ര സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ മത്സരിക്കുന്നുണ്ട്, അതിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനാർത്ഥിയായിട്ട് പോലും മാറിയ ഒരുപാട് വാർഡുകളുണ്ട്. എന്ന് വെച്ചാൽ BJPയെ ഉൾക്കൊള്ളാനോ BJPയുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും വികസനം ഉണ്ടാക്കുമെന്ന് കരുതുന്ന തരത്തിലോ പഞ്ചാബ് മാറിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. 977 വാർഡുകളാണ് നിലവിൽ പഞ്ചാബിലുള്ളത്. അത് 2021 2215 വാർഡുണ്ടായിരുന്നു 2021. ഈ 2026 സമയത്ത് 1977 വാർഡാക്കി അത് ചുരുങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ രീതിയിൽ വാർഡിനെ ഏകോപിപ്പിക്കുകയും അതിനെ ക്രോഡീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു വാർഡിലൊക്കെ 5-10 സ്ഥാനാർത്ഥിയുള്ള വാർഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ വയനാട് ജില്ലയിൽ ഒരു വാർഡിൽ ഒരു വോട്ടർമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡുണ്ടായിരുന്നു. വയനാട് ജില്ലയിലല്ല, കോഴിക്കോട് ജില്ലയിൽ, ആ പ്രദേശത്തിൻ്റെ പേര് വിട്ട് ഒരു വോട്ടർ മാത്രമായിരുന്നു ആ വാർഡിൽ ഉണ്ടായിരുന്നത്. ഈ വോട്ടർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഇലക്ഷൻ ഈ പെട്ടു സാധനമൊക്കെ സാധാരണ വരുന്ന പോലത്തെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കുന്നു. ഇയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോയി. അതായത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ പ്രാവശ്യം അതായത് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചാബിൽ ഈ ക്രോഡീകരണം കിട്ടിയിട്ടുണ്ട്. ക്രോഡീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 1977 വാർഡുകളാണുള്ളത്. അതിൽ 958 വാർഡിലും AAP വിജയിച്ചു, ആം ആദ്മി പാർട്ടി വിജയിച്ചു എന്ന് പറഞ്ഞ വൻ മെജോറിറ്റിയാണ് അവർക്കുണ്ടായത്. കോൺഗ്രസ് അത് 390 സീറ്റ് നേടിയിട്ട് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി സ്വതന്ത്രന്മാരാണെങ്കിൽ 250 ഇടത്ത് ജയിച്ചു. അകാലിദൾ 191 ഇടത്ത് ജയിച്ചു. BJP 170 ഇടത്ത് ജയിച്ചു എന്ന് പറഞ്ഞാൽ 5ാം സ്ഥാനത്തേക്ക് BJP തള്ളിപ്പോയി. അത് 1ാം സ്ഥാനത്ത് കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. 8 കോർപ്പറേഷനിൽ 5 എണ്ണവും ആം ആദ്മി പാർട്ടിക്കാണ്, കോൺഗ്രസിന് 1, BJPക്ക് 2 എണ്ണം. ആ തരത്തിലാണ് കോർപ്പറേഷനും കാര്യങ്ങളൊക്കെ നിന്നത്. അപ്പോൾ ഇതിൽ 2 തരത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് വരണം. അത് വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടു കൂടിയും പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാര്യം ഒരു വോട്ട് ചെയ്ത ഒരാളുടെ ഒരു ബാലറ്റ് പേപ്പർ കയ്യിലുണ്ടാവും. അയാൾ വോട്ട് ചെയ്തു എന്നുള്ളതിന് കൃത്യമായ രീതിയിൽ. നേരെ മറിച്ച് മെഷീൻ വെച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വ്യക്തിയെ പ്രത്യേക രീതിയിലൊന്നും പരാമർശിക്കാനോ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനോ സാധിക്കുകയില്ല. കാര്യം ടോട്ടൽ എത്ര വോട്ട് ചെയ്തു, ഇന്ന പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടി, ഇത്ര പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള കാര്യം മാത്രമാണ് മെഷീൻ വഴി നോക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ പോൾ ചെയ്ത വോട്ടിൻ്റെ ശതമാനം കാണാൻ വേണ്ടി സാധിക്കും, പോൾ ചെയ്ത മൊത്തം വോട്ട് കാണാൻ വേണ്ടി സാധിക്കും, ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ സംവിധാനം മാത്രമേ മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷേ ബാലറ്റ് ആകുന്ന സമയത്ത് അങ്ങനെയല്ല. വ്യക്തിഗത വോട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും എന്നതിനാൽ അത് വേണം എന്നുള്ളതാണ്. 2027 അതാ വരാൻ പോകുന്ന വർഷമാണ് പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്.
ഏറെക്കുറെ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി എറിഞ്ഞതോട് കൂടിയിട്ട് ഇനി വരാൻ പോകുന്ന പഞ്ചാബിൽ BJP ആണ് അധികാരത്തിൽ ഏറുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണമായിരുന്നു ഇലക്ഷനിലുടനീളം നടത്തിയത്. എവിടെ എത്തിയിട്ടില്ല എന്ന് ചുരുക്കം. നിയമസഭയിൽ നിലവിലെ സാഹചര്യത്തിൽ 117 സീറ്റാണ് നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്കുള്ളത്. 117 സീറ്റാണ് മൊത്തം പഞ്ചാബിലുള്ളത്. അതിൽ ആം ആദ്മി പാർട്ടിക്ക് 92 സീറ്റാണ്. കോൺഗ്രസിന് 18, അകാലിദളിന് 3, BJPക്ക് 2, BSPക്ക് 1, സ്വതന്ത്രന് 1. ഇതാണ് ആ സീറ്റിൻ്റെ നിലവാരവും രീതികളും. ആം ആദ്മി പാർട്ടിനെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം, ഈ നിലവിൽ എത്ര 1, 2, 3, 4, 5 സ്ഥാനത്ത്, 4 സ്ഥാനം 1, 2, 3, 4 സ്ഥാനത്തിരിക്കുന്ന BJP 1 സ്ഥാനത്തിലേക്ക് വരുമെന്ന് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിലുള്ള അധികാരത്തിൻ്റെ മുന്നേറ്റത്തിനനുസരിച്ചാണ് 2027 BJP അധികാരത്തിലേറുക എന്നുള്ളത് ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് BJP പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടി വളരെ നിർണായകമാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാര്യം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുകയും ആ തരത്തിൽ പാർട്ടിയെ സംഘടിപ്പിക്കുകയും ആസ്തി ഉണ്ടാക്കിയിട്ട് ഭൂമിയായിട്ടോ അതല്ലെങ്കിൽ ബിൽഡിംഗ് ആയിട്ടോ വാങ്ങിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതിലെ വരുമാനം കൊണ്ട് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പല ഘട്ടത്തിലും പല രാഷ്ട്രീയ പാർട്ടി പ്രയോഗിക്കാറുള്ളത്. ആം ആദ്മി പാർട്ടി അതിന് നേരെ വ്യത്യസ്തമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുക. ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഭാവിയിൽ രാഷ്ട്രീയം എങ്ങനെ സ്വരൂപിക്കപ്പെടും എന്നതിനപ്പുറമായ രീതിയിൽ നിലനിൽക്കുന്ന ഈ ഭരണ സംവിധാനം കൊണ്ട് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയാസമില്ലാത്ത രീതിയിൽ, അഥവാ നിലവിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ടാക്സ് ആണെങ്കിലും കറണ്ട് ചാർജ് ആണെങ്കിലും ബസ്സിൻ്റെ ഫെയർ ആണെങ്കിലും ട്രെയിൻ ഫെയർ ആണെങ്കിലും സർക്കാരിന് അങ്ങോട്ട് നൽകുന്ന ടാക്സ് അടക്കമുള്ള സർക്കാരിന് അങ്ങോട്ട് നൽകുന്നതിൽ നിന്ന് പണം കുറയ്ക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. അതാണ് ഈ പാർട്ടി പഞ്ചാബിൽ ചെയ്തത് എന്നതിൽ പറയുന്നത്. അത് ആ പ്രവർത്തികൾ പഞ്ചാബിൽ വിജയിക്കുകയും സാധാരണക്കാരിലേക്ക് അത് എത്തുകയും കാർഷിക രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്തു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു. കണ്ണും പൂട്ടി വോട്ട് ചെയ്തു എന്നൊക്കെയാണ് ചില പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ തരത്തിലുള്ള വലിയ രീതിയിലുള്ള അനുഭവം പ്രകടിപ്പിച്ചു. ഇവിടെ 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ആം ആദ്മിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതും BJPയോട് ജനങ്ങൾക്ക് വിരോധമുണ്ട് എന്നുള്ളതുമാണ്. 2 തരത്തിലാണ് അതിൻ്റെ റൂട്ടുകൾ പോകുന്നത്. ഏതായിരുന്നാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷ അസ്തമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ആ സമയത്ത് കൃത്യമായിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിൻ്റെ സംവിധാനത്തിലൂടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരും. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ജനാധിപത്യ സംവിധാനം. കള്ളത്തരമോ പൊള്ളത്തരമോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ സുതാര്യമായിരിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വരണം. പഞ്ചാബ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന കാര്യത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരിക്കുന്ന കാര്യം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇടിവുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിലൊക്കെ അത് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യമാണ്.